ഹായ് ഓൾ, ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് കണ്ണപ്പ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു സിനിമയാണത് കണ്ണപ്പ. അതിൽ വിഷ്ണു മഞ്ജു നായകനായിട്ടുള്ള തെലുങ്ക് സിനിമയാണ്. വിഷ്ണു മഞ്ജു നായകനായിട്ടുള്ള സിനിമയാണ്. വിഷ്ണു മഞ്ജുവിനെ നമുക്കറിയാം, അയാളുടെ ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ഡബ് ചെയ്ത് തന്നെ കണ്ടിട്ടുണ്ട്. സോ അതിൽ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ഒരു വേഷത്തിലെത്തുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിത് റിയാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണവും. കണ്ണപ്പയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നുണ്ടോ എന്ന സമയത്ത് നമ്മൾ കാത്തിരുന്നത് തന്നെയാണ്. ലാലേട്ടൻ എങ്ങനെയാണ് അതിനകത്ത് ആക്ട് ചെയ്തേക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ലൊക്കേഷൻ പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലാലേട്ടൻ ഇതിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ട്രെയിലറിലൂടെ നമുക്ക് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാകത്തില്ല, എന്നാലും കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നത്. സോ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ലെറ്റ്സ് വാച്ച്. 3, 2, 1. അക്ഷയ്കുമാർ വായുലിംഗത്തെ ഇവിടേക്ക് കൊണ്ടുവരും. ആ തിന്നൻ സാധാരണക്കാരനല്ല. അവനെ താണ്ടി വായുലിംഗത്തിനടുത്തെത്തുന്നത് അസാധ്യം. വായുലിംഗത്തിന്റെ മേൽ ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഈ വായുലിംഗ രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണനാൻ ഉറപ്പ് നൽകുന്നു. ഇനി ഒരു കുഞ്ഞിന് പോലും ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവനെ കല്ലെന്ന് പറയുന്നു. കല്ലിനെ കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാനാ? പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മുതിർന്നവരുടെ വാക്കിന് വില കൊടുക്കാത്തവർക്കും ഈ നാട്ടിൽ സ്ഥാനമുണ്ട്. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കളഞ്ഞാലും നിന്റെ ഭ്രാന്ത് മാറും. ഇതൊരു കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ. ഇങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രുദ്ര, ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. എന്നേക്കാൾ വലിയ ശോഭത്തരം ഈ സൃഷ്ടിയിൽ ഉണ്ടാവില്ല. എന്തൊക്കെ ഞാൻ കരുതിയിരുന്നത്. നീയും നിന്റെ ദൈവവും കൂട്ടുകാരന്മാർ തന്നെ. ശിവ എന്ന് നീ മനസ്സുരുകി വിളിക്കേ. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലി. അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളെ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവലീല. ട്രൂ സ്റ്റോറി അങ്ങനെ തോന്നുന്നു കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് മറ്റേ കൽക്കി പോലെയും നമ്മുടെ ഓൾഡ് ഒരു ഇംഗ്ലീഷ് സിനിമ ഉണ്ട്, ബ്രേവ് ഹാർട്ട്, അതുപോലെയൊക്കെ തോന്നുന്ന ലൊക്കേഷൻ സെറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ ഇത് കൽക്കിയുടെ ഒരു ഇത് തോന്നാനുള്ള മെയിൻ കാരണം ഇതേ കാസ്റ്റിങ്ങും ഇതേപോലെയുള്ള ഒരു മേക്കിങ്ങുമാണ് കൽക്കിക്കകത്ത് വന്നിട്ടുള്ളത്. സോ എന്തായാലും എനിവേ കൊള്ളാം, ഒരു പ്രതീക്ഷയുള്ള ഒരു ട്രെയിലറാണ്. കൊള്ളാം. ലാലേട്ടൻ്റെ കഥാപാത്രം എന്താണെന്നുള്ള കാര്യം കാക്കായിട്ട് മനസ്സിലാകത്തില്ല, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് പഴയ കഥ ബേസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പക്ഷേ കഥാപാത്രം എന്താണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും വേഷമെല്ലാം കൊള്ളാം. ട്രെയിലറിൽ ഒരുപാട് വൈൽഡായിട്ട് പുള്ളിയെ കാണിച്ചിട്ടില്ല. സംഭവം അടിപൊളിയാണ് കേട്ടോ. പക്ഷേ കൊള്ളാം, നൈസായിട്ടുണ്ട്. ജൂൺ 27-നാണ് റിലീസ് അല്ലേ? ഈ മാസം 27-ാം തീയതി റിലീസാണ്, വേൾഡ് വൈഡ് റിലീസാണ്. സോ നമുക്ക് കണ്ടു ഒരു മാസീവ് ഫീൽ എല്ലാം തോന്നും. സിനിമ ഒരു ക്ലാസിക്
ഫീലിൽ പോകുന്നതാണെന്ന് തോന്നുന്നു. സംതിങ് എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എനിവേ അതിൻ്റെ മേക്കിംഗ് അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മേക്കിംഗ് കാര്യങ്ങളാണ്. നല്ല കാസ്റ്റിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ശരത് കുമാർ, കാജൽ അഗർവാൾ, ഈ പറയുന്ന ലാലേട്ടനാണെങ്കിൽ പോലും, പിന്നെ പ്രഭാസ്, കാസ്റ്റിംഗ് അക്ഷയ് കുമാർ, എല്ലാം വളരെ ഇതായിട്ടാണ് നടത്തിയിരിക്കുന്നത്. നല്ല ചിലവ് കൂടിയ സിനിമയാണെന്ന് തോന്നുന്നു. സോ എനിവേ എന്തായാലും ഒരു ഹിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ലാലേട്ടൻ ഈ പ്രായത്തിൽ ഇതുപോലെ ഡിഫറെൻ്റുള്ള കഥാപാത്രം തിരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഒരു നല്ല വിജയമായി തീരട്ടെ. ഓക്കെ, എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.